ഹൗസ് എന്ന EMPയുടെ വോള്യം 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻ ഹൗസസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് വരെ ഗ്രീൻ ഹൗസുകൾ സുലഭമായിട്ട് കാണാം അല്ലേ? നല്ല ഭംഗിയുള്ള പൂക്കളും പഴവും ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ല വെജിറ്റബിൾസ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അത് ഏത് സീസൺ ധാരാളമായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ ഗ്രീൻ ഹൗസുകൾ. മിക്കവാറും എന്താ പറയുക, സബ്സിഡിയൊക്കെ ലഭിച്ചതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും സ്ഥലമുള്ള ആൾക്കാർ ഈ സബ്സിഡിയോടുകൂടി ഗ്രീൻ ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കൃഷി തുടങ്ങി വയ്ക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരതിന് ഒരു വിപണി ലഭിക്കാത്തത് കൊണ്ട് പലരും അതിൽ നിന്ന് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്തായാലും നല്ല മാർക്കറ്റിനും കൂടെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടെങ്കിൽ ഗ്രീൻ ഹൗസുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല ടെക്നോളജിയാണ്, നല്ല ഈൽഡ് ഏത് സീസണിലും ഉണ്ടാക്കാനായിട്ടുള്ളത്. നമുക്ക് എന്താണ് ഈ ഗ്രീൻ ഹൗസ് എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ഗ്രീൻ ഹൗസ് ഈസ് എ സ്ട്രക്ചർ കവേർഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഫോർ അഡ്മിറ്റിംഗ് നാച്ചുറൽ ലൈറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, രണ്ട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഒരു സ്ട്രക്ചറിന്മേ കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യാണ്. അത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ കൂടെ വെളിച്ചം ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ അവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാം, അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. അതുപോലെ പെസ്റ്റ് ആക്രമണം കുറവായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ അതിനെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ എല്ലാ കേസിലും സാധ്യമാണ്. അങ്ങനെ കൂടുതൽ എന്താ പറയുക, ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓർ ഇൻഫ്ലേറ്റഡ് സ്ട്രക്ചറാണ്. അതിനെ കവേർഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഫോർ അഡ്മിറ്റ് നാച്ചുറൽ ലൈറ്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത് ാണ് ഗ്രീൻ ഹൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ഹൗസ് ടെക്നോളജി ഈസ് ഡെവലപ്ഡ് ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ വിത്ത് കൺട്രോൾഡ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് അതർ അറ്റ്മോസ്ഫിയറിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളും കൺട്രോൾഡായിട്ട് പ്ലാന്റ്സിനെ വളർത്താൻ സാങ്കേതിക വിദ്യയാണ് ഹൗസ് എന്ന് പറയുന്നത് കൊണ്ട്. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രെയിം ഇൻഫ്ലേറ്റഡ് സ്ട്രക്ചർ കവേർഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഇൻ വിച്ച് ക്രോപ്സ് be grown under environment. The structure a person to work with to carry out intercultural operations. ഒരാൾക്ക് നിന്ന് അതിൻ്റെ ഉള്ളിൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നാച്ചുറൽ ലൈറ്റ് ആ ട്രാൻസ്പാരൻറ്റ് കവറിങ് മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനെല്ലാം അത് കിട്ടും. അതോടൊപ്പം തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ, വാംത്താണ്. ഒരു ടെമ്പറേച്ചർ, പുറമേയുള്ള ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലൊരു ടെമ്പറേച്ചർ അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ഫോഗ്സോ മിസ്റ്റ് സ്പ്രേയോ വെച്ചിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാന്റ്സിന് വളരെ നല്ല അനുകൂലമായ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ക്രോപ്പിന് ഈൽഡ് കിട്ടും. അത് വളരെയധികം കിട്ടും, 10 to 15 times കിട്ടുകയാണ് ചെയ്യുന്നത് സാധാരണ ഓപ്പൺ കൾട്ടിവേഷനെക്കാട്ടും കൂടുതലായിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രീൻ ഹൗസസ്. അപ്പോൾ ഗ്രീൻ ഹൗസിനെ നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഷേപ്പ് അനുസരിച്ച് തരം ഷേപ്പുകളിലുള്ള ഗ്രീൻ ഹൗസുകളുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ചിട്ട് അതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതിനെ ഗ്രീൻ ഹൗസുകളെ ക്ലാസ്. പിന്നെ ഉപയോഗിക്കുന്ന കവറിങ് മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ പല ക്ലാസിഫൈ ചെയ്യാനായി. അപ്പോൾ ഷേപ്പുകൾ പല ഷേപ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിത്രങ്ങൾ തന്നെ അതിൻ്റെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷൻ എടുക്കുന്ന ഗ്രീൻ ഹൗസുകളും ഒരേപോലെയാണ്. പക്ഷെ ശരിക്കുള്ള ക്രോസ് സെക്ഷൻ എടുക്കുക നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പോൾ
ഷേപ്പിലുള്ളതാണ്. ഇതിപ്പോൾ ട്രയാങ്കുലർ ഷേപ്പാണ്, മറ്റേത് ഫ്രാക്ചറായിരുന്നു. ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്കിത് ആർട്ടിസ്റ്റിക്കായിട്ട് ഡിസൈൻ ചെയ്ത് പറ്റും. ഇതാണ് പലതരത്തിലുള്ള ഷേപ്പുകളിലുള്ള ഗ്രീൻ ഹൗസ് കണ്ടു കഴിഞ്ഞു. ഇനി യൂട്ടിലിറ്റി ആർട്ടിഫിഷ്യൽ കൂളിംഗ് ഉപയോഗിക്കും, ഹീറ്റിങ്ങിനും ഉപയോഗിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതിനെ നമുക്ക് കൂൾ ചെയ്ത് എന്താ പറയുക ഇറിഗേഷൻ കൊടുത്ത് കൂൾ ചെയ്തിട്ട് നമുക്കതിൻ്റെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ കൂടുതൽ തണുപ്പാണെങ്കിൽ ഹീറ്റിംഗ് നമുക്ക് സംവിധാനം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ യൂട്ടിലിറ്റി അനുസരിച്ചിട്ട് 2 തരത്തിൽ കവറിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കവറിങ് മെറ്റീരിയൽസിൻ്റെ എന്ന് പറയുന്നത് ഓൾട്ടർ ദ എയർ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഗ്രീൻ ഹൗസ്. മെറ്റീരിയൽ ഏതാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ടൈപ്പ് ഓഫ് ഫ്രെയിം ആൻഡ് മെത്തേഡ് ഓഫ് ഫിക്സിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് കവറിങ് മെറ്റീരിയൽ. അപ്പോൾ ഏത് തരം ഫ്രെയിമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് മെത്തേഡ് ഓഫ് ഫിക്സിംഗ് ആണ് ഉപയോഗിക്കേണ്ടത് അതും എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. മെറ്റീരിയൽസ് കൂടുതൽ ഹെവി മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഫ്രെയിമിന് ഉപയോഗിക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന ഫ്രെയിംസ് ആയി. അതേസമയം വെറുതെ നെറ്റഡ് വയറോ അല്ലെങ്കിൽ പറയുക ഗ്ലാസ് ഷീറ്റ്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ്സൊക്കെ ഉപയോഗിക്കും, അത്രയും സ്ട്രെങ്ത് വേണമെന്നില്ല. അപ്പോൾ ഫ്രെയിം ഏതാണ് തിരഞ്ഞെടുക്കുന്നത്, തന്നെ ഏത് രീതിയിലാണ് ഫിക്സ് ചെയ്യുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, റിജിഡ് പാനൽസ്, അങ്ങനെ പലതരം മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഗ്ലേസിംഗ് ഗ്ലാസ് ഓർ ഫൈബർ ഗ്ലാസ് ഫോസ്ഡ് പ്ലാസ്റ്റിക് കവറിംഗ് മെറ്റീരിയൽസ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഹൗസ് എന്നുള്ളതാണ് ഗ്രീൻ ഹൗസിനെക്കാട്ടും മുന്നേ. ഗ്രീൻ ഹൗസുകൾ ഇപ്പോൾ ഇന്ന് ഗ്രീൻ ഹൗസുകളുണ്ട്. വ്യാപകമായി പ്രചാരത്തിൽ വരുന്നതിന് മുൻപേ തന്നെ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ വന്നിരുന്നത് ഗ്ലാസ് ഹൗസുകളാണ്. അതിന് കോസ്റ്റ് ഭയങ്കര കൂടുതലായി. അപ്പം ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ്. പക്ഷേ എല്ലാ ഗ്രീൻ ഹൗസ് ആണോ എന്ന് വെച്ചാൽ അല്ല, എല്ലാ ഗ്രീൻ ഹൗസും ഗ്ലാസ് ഹൗസുകൾ അല്ല. അതുപോലെ തന്നെ കോറുഗേറ്റഡ് ഷീറ്റ്സ് ആർ അവൈലബിൾ. അപ്പം നമുക്ക് നമ്മൾ ഈ കവറിങ് ഉപയോഗിക്കുന്ന ഷീറ്റ്സ് പ്ലെയിൻ ഷീറ്റ്സും ആവാം, അല്ലെങ്കിൽ കോറുഗേറ്റഡ് ഷീറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ായിട്ടുള്ള ഷീറ്റുകളാവാം, അല്ലെങ്കിൽ പ്ലെയിൻ. പിന്നെ പ്ലാസ്റ്റിക് ഫിലിംസ് എന്ന് പറയുമ്പോൾ സ്റ്റെബിലൈസ്ഡ് ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഫിലിംസ്, അതാണ് UV സ്റ്റെബിലൈസ്ഡ് PE ഫിലിം, സിൽപോളിൻ ഷീറ്റ്, നെറ്റഡ് ഷീറ്റ്സ്, ഇതൊക്കെയാണ് സാധാരണ കവറിങ് മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കളറുള്ള നെറ്റ് നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും അല്ലേ, നെറ്റ് എന്താ പറയുക ബൗണ്ടറിയിൽ മറയ്ക്കാൻ വേണ്ടി സ്ഥലത്ത് പോയി നമ്മൾ ആ ഗ്രീൻ നെറ്റുകൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരം കവറിങ് മെറ്റീരിയൽസ് അവൈലബിൾ. അത് ഓരോന്നിൻ്റെയും സ്ട്രക്ചറും ഡിസൈനും ഒക്കെ അനുസരിച്ചിട്ടാണ് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫ്രെയിം മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഫ്രെയിംസ് ആർ. ഫ്രെയിമിന് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഗ്രീൻ ഹൗസുകളുടെ ചിത്രങ്ങൾ നിങ്ങൾ ആ ഫ്രെയിംസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. സ്റ്റീൽ ഫ്രെയിംസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാംബൂവിൻ്റെ ഫ്രെയിംസ് ഉപയോഗിക്കാം, വുഡൻ ഫ്രെയിംസ് ഉപയോഗിക്കാം. പിന്നെ ഒരു എന്നുള്ള രീതിയിൽ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഉപയോഗിച്ച് നമുക്ക് ആക്കാനായിട്ട് പറ്റും. ബിസൈഡ്സ് ഫാക്ടേഴ്സ് ലൈക്ക് അഗ്രോണമി, നേച്ചർ ആൻഡ് ഫോറസ്ട്രി സയൻസ്. അപ്പോൾ അത് ട്രഡീഷണലായിട്ട് ഈ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷന് ഡിസൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഘടകം അഗ്രോണമി, ഫോറസ്ട്രി സയൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒക്കെ പുറമെ അതൊക്കെയാണ് ബേസ്. അതിനൊക്കെ പുറമെ നമ്മുടെ ഈ കൺസ്ട്രക്ഷനെ ഇപ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്സ്, സ്ട്രക്ചർ, എർഗണോമിക്സ്, computer, automatic control and air condition. And also in
ഡിസൈൻ ഓഫ് ഗ്രീൻ ഹൗസസ്. അപ്പോൾ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ ഇപ്പം നേരത്തെ പലതും ഈ ടൂറിസ്റ്റ് പ്ലേസിൽ ആ സ്ട്രക്ചർ എന്താ പറയുക, അതിൻ്റെ ആ ഡിസൈൻ അതിനെയാണ് ടൂറിസ്റ്റുകളെ അങ്ങോട്ടൊക്കെ ആകർഷിക്കാം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അതിൻ്റെ ഒരു സൗന്ദര്യ ഭാഗത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഒരു കൂടി അത് നമ്മൾ ഇപ്പോഴത്തെ ഡിസൈനിങ്ങിൽ അതും കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചർ, എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ എഫേർട്ട് എങ്ങനെ കുറയ്ക്കണമെന്നുള്ള രീതിയിൽ എർഗണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ എഫേർട്ട് വളരെ കുറഞ്ഞ രീതിയിൽ കാര്യക്ഷമമായി അതിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യാനും അതിൽ നിന്ന് ക്രോപ്സ് ഒക്കെ എടുക്കാനും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പ്രവർത്തിപ്പിക്കാനും ഒക്കെ വളരെ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ അതിനൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് കൺട്രോൾ, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് കാര്യങ്ങളും കൂടെ ഇപ്പം നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഡിസൈനിൽ കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ നടത്തുന്നത്. വിത്ത് സ്മോളർ സ്പാൻ, സിമ്പിൾ ഡിസൈൻ ഉള്ളതാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഹയർ സ്പാൻ നീഡ്സ് മെറ്റീരിയൽ ഫോർ കൺസ്ട്രക്ഷൻ. അത് വലിയ സ്പാനാണെങ്കിൽ നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ട് ദൃഢതയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇറിഗേഷൻ ഇൻ ഗ്രീൻ ഹൗസിൽ നമ്മൾ ഗ്രീൻ കൺസ്ട്രക്ഷനാണ് നോക്കിയത്. അപ്പം കൺസ്ട്രക്ഷൻ ഫ്രെയിം എങ്ങനത്തെ ആയിരിക്കണം, പിന്നെ അതിൻ്റെ കവറിങ് മെറ്റീരിയൽസ് എങ്ങനത്തെ ആയിരിക്കും, പിന്നെ ഇറിഗേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫോഗേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്യൂംസ് പോലെ നന്നായിട്ട് ഫുൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. മിസ്റ്റ് സ്പ്രേ ഉപയോഗിക്കാം, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസിൽ ഉപയോഗിക്കുന്ന ഇറിഗേഷൻ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പോൾ 10 to 12 times ഹയർ ഈൽഡ് കിട്ടും. പിന്നെ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് വെരി ലിമിറ്റഡ് ആൻഡ് ഈസിലി കൺട്രോൾ. ഒക്കെ നമ്മളിന്ന് നല്ല ഭംഗിയായിട്ട് ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഫിഗറിൽ കണ്ടതാണ് അല്ലേ, നല്ല ഒരു നീറ്റ് അറേഞ്ച്. അതുപോലെ തന്നെ ഓരോ ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ വളരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഡിസീസ് ഫ്രീ ആൻഡ് സുപ്പീരിയർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി പ്രൊവൈഡഡ്. ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ വളരെ ഒരു എൻക്ലോസ്ഡ് സ്ട്രക്ചറാണ്. പുറമെന്ന് ഒരാൾ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു എൻട്രി ചെയ്യണമെങ്കിലും ഒരു ക്യാബിൻ പോലെ പ്രൊവൈഡ്, ഓടി അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എത്താനുള്ള സാധ്യതകൾ വളരെ, അതുപോലെ തന്നെ ഡെയിലി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവിടെ ഡിസീസ് വളരെ കുറവാണ്. അപ്പം സുപ്പീരിയർ ആയിട്ടുള്ള അടുത്ത ജനറേഷന് വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുക്കൾ നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. രോഗബാധ നല്ല മേൽത്തരം നമുക്ക് എന്താ പറയുക വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓഫ് സീസൺ പ്രൊഡക്ഷൻ ഓഫ് വെജിറ്റബിൾ ക്രോപ്സ്, അതാണ് അത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏത് സമയത്ത് ഏത് കാലാവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, ഏത് സീസൺ ആയിക്കൊള്ളട്ടെ, നമുക്ക് ആവശ്യം എന്താ പറയുക വെജിറ്റബിൾസും ക്രോപ്സും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടീൽ വസ്തുക്കൾ, അതിപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെയാണ് ലഭ്യമാക്കി അവയെ നമുക്ക് പരിപാലിക്കാൻ പറ്റും. അപ്പോൾ പുറത്തെ കാലാവസ്ഥ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യണ ഒരു ഘടകം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആയിട്ട് എല്ലാ പ്ലാന്റ്സിനെയും വളർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവയുടെ ഈൽഡിങ് വളരെ കൂടുതലായിരിക്കും. ഏത് സീസണിലും നമുക്ക് നല്ല ഈൽഡ് കിട്ടും. ഹാർഡനിങ് ഓഫ് ടിഷ്യൂ കൾച്ചർ, പിന്നെ ഇത് ഈ ഗ്രീൻ ഉപയോഗിക്കുന്നത് ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റ്സ് കുറച്ച് നാൾ അതിൻ്റെ ഒരു നഴ്സറി സ്റ്റേജിൽ നമുക്ക് ഈ ഗ്രീൻ സൂക്ഷിക്കുമ്പോൾ, അതായത് അത് ഉണ്ടാക്കിയെടുത്തതിൽ ഹാർഡനിങ് സ്റ്റേജിൽ കൂടെ കടന്നു പോകണം. എന്നാലാണ് നമുക്ക് പിന്നെ ഓപ്പൺ കൾട്ടിവേഷനിൽ അതിനെ കൊണ്ടുവന്ന് പറമ്പിലോ മറ്റോ വെക്കാനുള്ളൂ അല്ലേ. അപ്പം ആ സമയത്ത് അതിനുള്ള ഒരു പീരീഡും കൂടെ ഈ ഇവിടെ ചെയ്യുന്നത്. ഈ ഗ്രീൻ ഹൗസുകളിൽ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൾച്ചർ പ്ലാന്റ് വയ്ക്കുന്നത്. അവിടെ കുറച്ച് നാൾ ഇരുന്നതിന് ശേഷം അതിനെ നമ്മൾ പുറമേക്ക് കൊണ്ടുപോകുന്നത്.
പിന്നെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ഈ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇറിഗേഷൻ ആ മിസ്റ്റ് ഫോഗർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത് കൺട്രോൾഡായിട്ട് ാണെങ്കിൽ അതിൽ കൂടെ ഫെർട്ടിലൈസർ ചെയ്യാം. അങ്ങനെ ഫെർട്ടിലൈസറും കൂടെ അപ്ലൈ ചെയ്യണതാണ് നമ്മൾ ഫെർട്ടിഗേഷൻ ചെയ്യുക. ഫെർട്ടിലൈസറും ഇറിഗേഷനും അങ്ങനെ നമുക്ക് നമുക്ക് അതിൻ്റെ കെമിക്കൽസ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൻ്റെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഉപയോഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രൊഡക്ഷൻ ക്വാളിറ്റി പ്രൊഡ്യൂസേഴ്സ്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഫുൾ നല്ല ക്വാളിറ്റി ആയിരിക്കും. കേടുപാടുകളൊന്നും ഉണ്ടാവില്ല. നല്ല ഒരു എന്താ പറയുക, AC-യിലിരിക്കണ പോലെയൊന്നും നമ്മൾ പറയില്ല. അതുപോലെ നല്ലൊരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ഷേപ്പുകളോട് കൂടിയിട്ടുള്ള നല്ല ഫ്രൂട്ട്സും നല്ല ഫ്ലവേഴ്സും നല്ല വെജിറ്റബിൾസും നമുക്ക് ഗ്രീൻ ഹൗസസ് കിട്ടും. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയിലുള്ള നല്ല ക്വാളിറ്റീസാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ എയറോപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, ന്യൂട്രിയൻ ഫിലിം ടെക്നിക്സ് ആർ പോസിബിൾ ഓൺലി ഇൻ ഗ്രീൻ ഹൗസസ്. അതായത് ഈ മണ്ണില്ലാതെ എന്നാണ് ഹൈഡ്രോപോണിക്സും എയ്റോപോണിക്സിൽ. അതുപോലെ തന്നെ ന്യൂട്രിയൻ ഫിലിം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ചെടികളുടെ റൂട്ട്സ് ഇരിക്കുന്നത് ആ വെള്ളത്തിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഫിലിംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു കൃഷി രീതികളാണ്, കൃഷി രീതികളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ആ രീതി കൃഷികളൊക്കെ ചെയ്യാൻ പോസിബിളായിട്ടത് ഗ്രീൻ ഹൗസസിൽ മാത്രമാണ്. എയ്റോപോണിക്സ്, ഹൈഡ്രോപോണിക്സും ന്യൂട്രിയൻ ഫിലിം ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പം ഇത്രയാണ് ഗ്രീൻ ഹൗസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. അപ്പോൾ ഗ്രീൻ ഹൗസ് എന്താണെന്നും കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിനുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും പിന്നെ അതിൻ്റെ ഇറിഗേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ കണ്ടത്. അപ്പോൾ പലതരം ഗ്രീൻ ഹൗസുകൾ നമ്മൾ കണ്ടു അല്ലേ. അത് അവയുടെ ഡിസൈനിങ് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യുന്നുള്ള ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇറിഗേഷൻ്റെ പല മെത്തേഡ്സിനെ കുറിച്ചിട്ട് പഠിക്കാവുന്നതാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു ടെക്നോളജി വളരെയധികം പോപ്പുലറാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് പലതരം പ്ലാന്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ മുളക് തൈ, വഴുതന അതൊക്കെ താഴത്തെ ലെയറിലാണ് ഇടുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക, ക്രീപ്പേഴ്സ് ആയിട്ടുള്ള സാലഡ് വെള്ളരി, അതുപോലെ പയർ വർഗ്ഗങ്ങൾ അതൊക്കെ പടർത്താം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ്, അങ്ങനെ എന്തൊക്കെ വേണോ ഒരു പാറ്റേൺ നമ്മളൊരു എന്താ പറയുക ഡിസൈൻ മനസ്സിലുണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പല കൾ നമുക്കിവിടെ ഒരു ഉള്ളിൽ തന്നെ നമുക്കത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ എടുപ്പ് കഴിയുമ്പോഴും അടുത്തതായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലകൾ വളരെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു മോഡേൺ ഭക്ഷണ രീതി അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കാലത്തും നല്ല ഫ്ലവേഴ്സും വെജിറ്റബിൾസും ായിട്ട് ഈ ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ സഹായിക്കും. വളരെ കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം അതുപോലെ തന്നെ ഈ വീടിൻ്റെ ടെറസുകളിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കാറ്റില്ലെങ്കിൽ രാത്രികളിൽ വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ പോണവരാണെങ്കിൽ രാത്രി വരെ വന്നിട്ടും നമുക്ക് കുറച്ച് നേരം ഒരു കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ ഗ്രീൻ ഹൗസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വളരെയധികം എയർ പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഫ്ലാറ്റുകളിൽ പറക്കണ ബാംഗ്ലൂർ പോലുള്ള സിറ്റി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വെജിറ്റബിൾ കൾട്ടിവേഷൻ അതൊക്കെ ഒരു പ്രാക്ടീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഇതായിട്ട്. അപ്പോൾ സ്ഥലങ്ങളിലൊക്കെ വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ മാക്സിമം നല്ല പ്രോഡക്റ്റ് അനുവദിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഗ്രീൻ ഹൗസ് ടെക്നോളജി. Okay, thank you.